ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 3 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പരീക്ഷകളിലും അതുപോലെ തന്നെ എവിടെയും നമ്മുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കൂ, നല്ല മാറ്റങ്ങളുണ്ടാകും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി ലോകബാങ്ക് കേരളത്തിന് ഈയിടെ എത്ര പണം അനുവദിച്ചു? 1680 കോടി. വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണ് 2390 കോടി രൂപയുടെ കേരളത്തിലെ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി. ഇതിൽ 1680 കോടി രൂപയാണ് വേൾഡ് ബാങ്ക് നൽകുന്നതും ബാക്കി വരുന്ന തുക അത് കേരളം വഹിക്കും. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കേരള കൃഷി മന്ത്രി പി പ്രസാദ് ആണ്. 1680 കോടി രൂപയാണ് വേൾഡ് ബാങ്ക് കേരളത്തിൻ്റെ അഗ്രികൾച്ചർ സെക്ടറിലേക്ക്, കാർഷിക മേഖലയിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. ഈ കാര്യം 2024 സെപ്റ്റംബർ 2 കാസർഗോഡ് നടന്നിട്ടുള്ള ഒരു കാഷ്യൂ ഫ്രൂട്ട് ജ്യൂസ് പ്രോസസ്സിംഗ് ഫാക്ടറിയുടെ ഉദ്ഘാടന വേളയിലാണ് കേരളത്തിലെ കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചിട്ടുള്ളത്. അപ്പം ഇനി കാർഷിക മേഖല കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു വലിയൊരു തുക കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. 1 സെപ്റ്റംബർ 2024 7ാമത് രാഷ്ട്രീയ പോഷൻ മാ ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? ഗാന്ധിനഗർ, ഗുജറാത്ത്. ഇപ്പോൾ ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ 7ാമത്തെ രാഷ്ട്രീയ പോഷൻ മാ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായിട്ടും പറയുമ്പോൾ രാജ്യത്തുടനീളമുള്ള പോഷകാഹാര അവബോധവും മൊത്തത്തിലുള്ള ഒരു ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് രാഷ്ട്രീയ പോഷൻ മാ. കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും ഇവർക്ക് വേണ്ടിയുള്ള ഒരു സ്കീം ആണ് രാഷ്ട്രീയ പോഷൻ മാ. 7ാമത്തേതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1 ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വേളയിൽ ഇപ്പോഴത്തെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി ശ്രീമതി അന്നപൂർണ ദേവി പങ്കെടുത്തിരുന്നു. കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആണ് ശ്രീമതി അന്നപൂർണ ദേവി. 7ാമത്തെ രാഷ്ട്രീയ പോഷൻ മാ ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രാവശ്യം അനീമിയ, ഗ്രോത്ത് മോണിറ്ററിംഗ്, കോംപ്ലിമെൻ്ററി ഫീഡിംഗ്, പോഷൻ ബി, പഠായി ബി, ടെക്നോളജി ഫോർ ബെറ്റർ ഗവർണൻസ്, ഏക് പേഡ് മാ കെ നാം എന്നിവയാണ്. ഏക് പേഡ് മാ കെ നാം എന്ന ഈ ഒരു പ്രൊജക്റ്റ് ഈ കഴിഞ്ഞ ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ അന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിരുന്നു. ഏക് പേഡ് മാ കെ നാം. 7ാമത്തെ രാഷ്ട്രീയ പോഷൻ മാ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സുമിത് അന്തിൽ ഇന്ത്യക്കായി സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F64 ക്ലാസ്. പുരുഷന്മാരുടെ F64 ക്ലാസ് എന്ന ജാവലിൻ ത്രോയിലാണ് ഇന്ത്യയുടെ സുമിത് അന്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരീസിലെ പാരാലിമ്പിക്സിലാണ്. 2024 സെപ്റ്റംബർ 2 ഈ മത്സരം നടന്നിട്ടുള്ളത്. സുമിത് അന്തിൽ 70.59 മീറ്റർ ആണ് തൻ്റെ 2ാമത്തെ ശ്രമത്തിൽ നേടിയിട്ടുള്ളത്. അതായത് 70.59 മീറ്റർ. പാരാലിമ്പിക്സിലെ ഒരു റെക്കോർഡ് കൂടിയാണ് 70.59 മീറ്റർ. ഇത് ഇന്ത്യൻ താരമായിട്ടുള്ള സുമിത് അന്തിലാണ്. F64 എന്ന ഈവൻറ്റിൽ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും സുമിത് അന്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു, സ്വർണം കരസ്ഥമാക്കിയിരുന്നു. അന്ന് 68.55 മീറ്റർ ആണ് അന്നെറിഞ്ഞത്. ഈ പ്രാവശ്യമാണെങ്കിൽ 70.59 മീറ്റർ. അപ്പം നല്ലൊരു വ്യത്യാസമാണ് സുമിത് അന്തിലിനെ പാരാലിമ്പിക്സിൽ ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പ്രകടനം. ജാവലിൻ ത്രോയിൽ F64 എന്ന വിഭാഗത്തിലാണ് സുമിത് അന്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി 2ാം സ്വർണം നേടിയ പാരാ ബാഡ്മിൻ്റൺ കളിക്കാരൻ്റെ പേര് നിതീഷ് കുമാർ. ഹരിയാനയിലെ ചാർക്കി ദാദ്രിയിലുള്ള നിതീഷ് കുമാർ ആണ് ഇന്ത്യക്ക് വേണ്ടി 2ാമത്തെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത് പാരീസ് പാരാലിമ്പിക്സിൽ. അദ്ദേഹം ബ്രിട്ടൻ്റെ ഡാനിയൽ ബേത്തലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് SL3 കാറ്റഗറിയിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ന് ലോകത്ത് പാരാ ബാഡ്മിൻ്റണിലെ വേൾഡ് നമ്പർ 1 റാങ്കിലാണ് ഡാനിയൽ ബത്തേൽ. ഡാനിയൽ ബത്തേലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നിതീഷ് കുമാർ ഈ പ്രാവശ്യത്തെ പാരാലിമ്പിക്സിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 29 വയസ്സുള്ള നിതീഷ്
2009 ഒരു ആക്സിഡന്റിലാണ് അദ്ദേഹത്തിന്റെ കാല് ഡാമേജ് ആവുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ കാല് താഴേക്ക് തളർന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു താരമാണ് ഇന്ത്യക്ക് ഇപ്പോൾ പാരാ ബാഡ്മിന്റണിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ഓരോ പ്ലെയേഴ്സിന്റെ പേരും അവർ ഏത് ഈവന്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഏതെങ്കിലും പരീക്ഷകൾ കൂടുതലും ചോദിക്കുന്നത് ഇന്ന പ്ലെയർ അത് ഏത് ഈവന്റ് ആണ് എന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് എന്താണ് അതും ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പാരീസിലെ പാരാലിമ്പിക്സിൽ യോഗേഷ് കത്തൂനിയ തന്റെ തുടർച്ചയായ 2ാം വെള്ളി മെഡൽ നേടിയത് ഏത് ഇനത്തിലാണ്? ഡിസ്കസ് ത്രോ. ഇന്ത്യയിലെ പാരാ അത്ലറ്റിൽ ഡിസ്കസ് ത്രോയിലെ ഒരു താരമാണ് യോഗേഷ് കത്തൂനിയ. അപ്പൊ യോഗേഷ് കത്തൂനിയാണ് ഡിസ്കസ് ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. F56 എന്ന ഈവന്റിലാണ് സിൽവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. 42.22 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് സിൽവർ നേടിയിട്ടുള്ളത്. ഇതേ മത്സരത്തിൽ 46.86 മീറ്റർ എറിഞ്ഞ് ബ്രസീലിലെ ക്ലോട്നി ബാറ്റിസ്റ്റയാണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ പാരാലിമ്പിക്സിലെ ഡിസ്കസ് ത്രോയിൽ 46.86 മീറ്റർ ആണ് ഗോൾഡ്, 42.22 മീറ്റർ ആണ് യോഗേഷ് കത്തൂനിയുടെ റെക്കോർഡ്. 2024 2ാം ലോക ബദിര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരന്റെ പേര് ധനുഷ് ശ്രീകാന്ത്. നമ്മളിപ്പോൾ പാരാലിമ്പിക്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ഡെഫ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇതിൽ വേൾഡ് റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരനാണ് ധനുഷ് ശ്രീകാന്ത്. 10 മീറ്റർ മെൻസ് എയർ റൈഫിളിലാണ് ധനുഷ് ശ്രീകാന്ത് വേൾഡ് റെക്കോർഡ് തകർത്തിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ഡെഫ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇത് ജർമ്മനിയിലെ ഹാനോവർ എന്ന സ്ഥലത്താണ്. ധനുഷ് ശ്രീകാന്ത് ഒരേ ദിവസം തന്നെ 2 റെക്കോർഡ് ആണ് തകർത്തിട്ടുള്ളത്. ഈ മത്സരത്തിൽ ധനുഷ് ഗോൾ നേടുകയും 2ാം സ്ഥാനത്ത് ഇന്ത്യ തന്നെയുള്ള സൗര്യയാണ്, 3ാം സ്ഥാനത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള മുഹമ്മദ് മോട്ടാസ വാനിയ. ഈ 3 പേരും ഇന്ത്യക്കാരാണ്. കുട്ടികളുടെ അശ്ലീല സാമഗ്രികൾ ഡൗൺലോഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരെ ഏത് ഓപ്പറേഷൻ പ്രകാരമാണ് കേരള പോലീസ് ലക്ഷ്യമിട്ടത്? ഓപ്പറേഷൻ പി ഹണ്ട്. ഇന്നലെ കേരളത്തിലെ ഏതാണ്ട് 50ഓളം സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന ഒരു ഓപ്പറേഷൻ നടന്നിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ കുട്ടികളുടെ അശ്ലീല സാമഗ്രികൾ ഡൗൺലോഡ് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഇത് കേരള പോലീസിന്റെ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി ഹണ്ട്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹർഡിൽസ് റെക്കോർഡ് ആരാണ് തകർത്തത്? വിദ്യ രാംരാജ്. 1985 PT ഉഷ 400 മീറ്റർ ഹർഡിൽസിൽ 56.80 സെക്കൻഡിന്റെ ആ റെക്കോർഡ് ഇന്നിപ്പോൾ, അതായത് 39 വർഷത്തിന് ശേഷം തകർക്കപ്പെട്ടു. 400 മീറ്റർ ഹർഡിൽസിൽ 56.23 സെക്കൻഡ് കൊണ്ട് വിദ്യ രാംരാജ് 63ാമത്തെ നാഷണൽ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തകർത്തു. ഇപ്പോൾ ബാംഗ്ലൂരിലെ ശ്രീ കാന്തിരവ സ്റ്റേഡിയത്തിലാണ് 400 മീറ്റർ ഹർഡിൽസിൽ 39 വർഷം പഴക്കമുള്ള PT ഉഷയുടെ റെക്കോർഡ് വിദ്യ രാംരാജ് തകർത്തിട്ടുള്ളത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതാ സിംഗിൾസ് SU5 ബാഡ്മിന്റണിൽ തുളസിമതി മുരുകേശൻ നേടിയ മെഡൽ ഏതാണ്? വെള്ളി. പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിലെ വനിതാ സിംഗിൾസിൽ SU5 എന്ന കാറ്റഗറിയിൽ ഇന്ത്യക്ക് വേണ്ടി തുളസിമതി മുരുകേശൻ വെള്ളി മെഡൽ കരസ്ഥമാക്കി. അതേപോലെ തന്നെ ഇതേ ഈവന്റിൽ ബ്രോൺസ് നേടിയിട്ടുള്ളത് ഇന്ത്യയിലെ മനീഷ രാമദാസ് ആണ്. അപ്പം മനീഷ രാമദാസ് ബ്രോൺസ് മെഡൽ, തുളസിമതി മുരുകേശൻ വെള്ളിയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈവന്റ് SU5 വനിതാ സിംഗിൾസ് ബാഡ്മിന്റണിലെ. ഇന്നലെ സെപ്റ്റംബർ 2 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇൻ വിച്ച് ഇയർ വെർ ദി ഫസ്റ്റ് പാരാലിമ്പിക്സ് ഗെയിം ഹെൽഡ്? ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന വർഷം. ഇതിന്റെ ഉത്തരം 1960. 1960 ആദ്യത്തെ ഒഫീഷ്യൽ പാരാലിമ്പിക്സ് ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇറ്റലിയിലെ റോമിൽ വെച്ചായിരുന്നു. ആ ഒരു ഈവന്റിനെ സ്റ്റോക്ക് മാൻഡേവിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഏതാണ്ട് 400ഓളം അത്ലറ്റ്സ് ആണ് 23 രാജ്യങ്ങളിലായിട്ട് 8 സ്പോർട്സ് ഇനത്തിൽ 1960 ഇറ്റലിയിലെ റോമിൽ ആദ്യത്തെ ഒഫീഷ്യൽ പാരാലിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് 1948 ലണ്ടനിലെ മിലിറ്ററി ഹോസ്പിറ്റലിലെ പാരാലിമ്പിക്സ് പോലത്തുള്ള ഗെയിമുകൾ നടന്നിരുന്നു. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരളത്തിന്റെ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി
ലോകബാങ്ക് കേരളത്തിന് ഈയിടെ എത്ര പണം അനുവദിച്ചു? 1680 കോടി. 1 സെപ്റ്റംബർ 2024 7ാമത് രാഷ്ട്രീയ പോഷൻ മാ ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? ഗാന്ധിനഗർ, ഗുജറാത്ത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സുമിത് അന്റിൽ ഇന്ത്യക്കായി സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F64 ക്ലാസ്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി 2ാം സ്വർണം നേടിയ പാരാ ബാഡ്മിന്റൺ കളിക്കാരന്റെ പേര് നിതീഷ് കുമാർ. പാരീസിലെ പാരാലിമ്പിക്സിൽ യോകേഷ് കത്തൂനിയ തന്റെ തുടർച്ചയായ 2ാം വെള്ളി മെഡൽ നേടിയത് ഏത് ഇനത്തിലാണ്? ഡിസ്കസ് ത്രോ. 2024 2ാം ലോക ബെദിരഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരന്റെ പേര് ധനുഷ് ശ്രീകാന്ത്. കുട്ടികളുടെ അശ്ലീല സാമഗ്രികൾ ഡൗൺലോഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരെ ഏത് ഓപ്പറേഷൻ പ്രകാരമാണ് കേരള പോലീസ് ലക്ഷ്യമിട്ടത്? ഓപ്പറേഷൻ പി ഹണ്ട്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹേർഡിൽസ് റെക്കോർഡ് ആരാണ് തകർത്തത്? വിദ്യ രാംരാജ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതാ സിംഗിൾസ് SU5 ബാഡ്മിന്റണിൽ തുളസിമതി മുരുകേശൻ നേടിയ മെഡൽ ഏതാണ്? വെള്ളി. ഇന്ന് സെപ്റ്റംബർ 3. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. വിച്ച് കോർട്ട് ഹാസ് സെലിബ്രേറ്റഡ് ഇറ്റ്സ് 75th ഇയർ ഓഫ് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ 2024? ഏത് കോടതി 2024 സ്ഥാപിതമായതിന്റെ 75ാം വർഷം ആഘോഷിച്ചു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ മാറ്റം. അപ്പം അതിനുവേണ്ടി ശ്രമിക്കൂ, തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.